ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമ്മൾ തയ്യലിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫോമുലാസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെടല്ല, അത് ഓൾറെഡി നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഏത് ഗാർമെൻറ്റും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഏതെങ്കിലും കുർത്തി ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴും കുറേ പേർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്നും ഒരു ഷോൾഡർ ബോൺ മുതൽ അടുത്ത ഷോൾഡർ ബോൺ വരെയുള്ള ലെങ്ത്ത് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 14 ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും തുണിയെ രണ്ടാക്കി മടക്കിയിടുമ്പോൾ അതിൻ്റെ നേരെ പകുതിയാണ് മാർക്ക് ചെയ്യുക എന്നാണ് പറയുക. പക്ഷെ നമ്മൾ എല്ലാ ഡ്രസ്സിനും അങ്ങനെ മാർക്ക് ചെയ്യരുത്. 14 ഇഞ്ചസിൻ്റെ നേരെ പകുതിയായിട്ടുള്ള 7 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് കോളർ നെക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബോട്ട് നെക്കിലോ അല്ലെങ്കിൽ നമ്മൾ 1 ഇഞ്ചസൊക്കെ മാർക്ക് ചെയ്യുന്ന ബാക്ക് നെക്ക് 1 ഇഞ്ച് ഇറക്കം വെക്കുമ്പോൾ നിങ്ങൾക്ക് 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. അതല്ലാത്ത കേസിൽ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്കവിടെ ഷോൾഡർ ഫോളിങ്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് അതിങ്ങനെ ഊരി പോകുന്ന രീതിയിൽ ലൂസായി കിടക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതിന് മുൻപത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്, എങ്കിലും പറയാണ്, ബാക്ക് നെക്ക് ഇറക്കം 1 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ ഷോൾഡർ, ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയായിട്ടുള്ള 7 ഇഞ്ച്, ഞാനിവിടെ 14 ഇഞ്ചസ് എടുത്തതുകൊണ്ട് ഇവിടെ 7 ഇഞ്ച് എനിക്ക് മാർക്ക് ചെയ്യാം. അതല്ല, ഞാൻ ബാക്കിനൊക്കെ 2 ഇഞ്ചാണ് ഇറക്കുന്നതെങ്കിൽ അതൊന്നൊരു 1/4 ഇഞ്ച് ഞാൻ മൈനസ് ചെയ്യണം. ആ 7 ഇഞ്ചിൽ നിന്ന് 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 6.75. ഇതിങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് പോരണം. 3 ഇഞ്ചസാണ് ഇറക്കുന്നതെങ്കിൽ അപ്പോൾ ഈ 6.75 വീണ്ടും 1/4 ഇഞ്ച് ഡൗൺ ചെയ്യണം, 6.5 ഇഞ്ച്. അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ 9 ഇഞ്ചസ് വരെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്യുന്നതിലൊക്കെ ഡിഫറൻസ് വരും. ഇപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഏകദേശം നിങ്ങളിപ്പോൾ ഒരു 9 ഇഞ്ചൊക്കെ ഇറക്കിയിട്ടുള്ള ഗാർമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഫോർമുലയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ ഹാഫ് ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ഒരു നമ്പറാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ബാക്ക് നെക്ക് ഡെപ്ത് എത്രയാണോ അതൊന്ന് 1 ഇഞ്ച് ആദ്യം മൈനസ് ചെയ്തിട്ട് 0.25 കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടുമ്പോൾ നമുക്ക് എന്ത് നമ്പറാണോ കിട്ടുന്നത് അത് നമ്മുടെ ഹാഫ് ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഫോർ എക്സാമ്പിൾ 9 ഇഞ്ചാണ് ഇറക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം 9 - 1 ചെയ്യുമ്പോൾ എനിക്ക് 8 ഇഞ്ചസ് കിട്ടും. അതിന് നമ്മൾ 0.25 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 ഇഞ്ചസ് കിട്ടും. ഈ 2 ഇഞ്ചസിനെ നമ്മുടെ ഹാഫ് ഷോൾഡർ ആയിട്ടുള്ള 7 ഇഞ്ചിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ചസ് കിട്ടും. ഇതാണ് നമ്മുടെ ഡ്രസ്സിൽ ഷോൾഡറായിട്ട് വെക്കേണ്ടത്. പിന്നെ ഇതിൽ സീം അലവൻസ് ആഡ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ നെക്ക് ഫിനിഷ് ചെയ്ത ശേഷം സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കുക ബോഡിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡറിൽ നിന്ന് ഒരുപാട് ഇറങ്ങിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം, അതായത് സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുൻപ്. അങ്ങനെ പറയാൻ കാരണം, ചില ആൾക്കാർ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 1/4 ഇഞ്ചൊക്കെയാണ് നമ്മൾ സീം അലവൻസ് എടുക്കാൻ ഉദ്ദേശിക്കുക. പക്ഷേ അവർ ഷേപ്പ്, അതായത് നമ്മളുടെ നെക്കിൻ്റെ ഷേപ്പൊക്കെ അടിച്ചു വരുന്ന സമയത്ത് കുറച്ച് ഉള്ളിലേക്ക് വൈഡ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് വല്ലാണ്ട് കുറഞ്ഞു പോകും. അങ്ങനെ കുറയുമ്പോൾ നമ്മൾ അതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഷോൾഡറിൽ നിന്ന് കയറി പോകും. അപ്പോൾ ഭയങ്കര ബോറായിരിക്കും സ്ലീവൊക്കെ കാണാനായിട്ട്. ആം ഹോളിൻ്റെ അവിടെ ടൈറ്റ് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാത്ത പക്ഷം നിങ്ങൾ 5 ഇഞ്ച് തന്നെ ഇട്ടാലും മതി. ഇനി ഒരു 0.25 നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ പോകുന്നില്ല. ഇനി അടുത്തതാണ് നമ്മുടെ ആം ഹോൾ. ആം ഹോൾ യൂഷ്വലി എല്ലാവരും ഷോൾഡർ എത്രയാണോ കൊടുത്തത് അങ്ങനെ ആം ഹോളായിട്ട് വെക്കുന്നവരുണ്ട്. നോർമൽ ബോഡി ഷേപ്പിന് അത് വലിയ പ്രശ്നം വരാറില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ ആം ഹോൾ റൗണ്ട് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ പകുതി ഇതിലുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതും നേരത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫോർമുല വഴി എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആം റൗണ്ട് ഉണ്ടല്ലോ, ആം റൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം അത് /2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 13 കിട്ടുന്നെങ്കിൽ 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.25 കിട്ടും. അത് നിങ്ങൾക്ക് ആ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് 6.25 നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആം ഹോളിൻ്റെ, അതായത് കൈക്കുഴി ഇറക്കമായിട്ട്. അടുത്തത് നമുക്ക് നെക്ക് വിഡ്ത്താണ് കണ്ടുപിടിക്കാനുള്ളത്. നെക്ക് വിഡ്ത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ചെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ അപ്പർ ചെസ്റ്റ്, ബസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്, ചെസ്റ്റ് റൗണ്ടിനെ നിങ്ങൾക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്താണോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ നെക്ക് വിഡ്ത്തായിട്ട് കൊടുക്കാം. അതല്ല, ചിലവർക്ക്
പെർട്ടിക്കുലർലി പറയുകയാണ് നമുക്ക് നെക്ക് വിഡ്ത്ത് കുറച്ച് കൂടുതൽ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈഡായിട്ട് കൊടുക്കാം. അതല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 36 ചെസ്റ്റെങ്കിൽ 36 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഇഞ്ച് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യം വരുന്ന ഒരു ഫോർമുലയാണ് ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കുക. ക്യാപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ കൈക്കുഴി എത്ര ഇറക്കണം എന്ന് കണ്ടുപിടിക്കാനുള്ള ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചെസ്റ്റ് ഡിവൈഡ് ബൈ 10. ഓക്കെ, അപ്പോൾ 36 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.6 ഇഞ്ച് കിട്ടും. ഇനി കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് അപ്പെക്സ് പോയിൻ്റാണ്. അപ്പെക്സ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ മുതൽ നമ്മുടെ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ദൂരമാണ്. അത് നിങ്ങൾക്ക് ബോഡിയിൽ നിന്നും മെഷർമെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോ ആൾക്കാർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതിന് നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയും, അതേപോലെ തന്നെ അപ്പെക്സ് പോയിൻ്റ് എന്ന് പറയും. ഷോൾഡർ ടു നിപ്പിൾ പോയിൻ്റ് ആണ് ബേസിക്കലി ഇത്. ഷോൾഡർ മുതൽ നിപ്പിൾ വരെ നമ്മൾ അളക്കുന്ന പോയിൻ്റ് അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കൂടുതലും 9, 9.5, 10, 10.5 ഈ ഒരു 4 നമ്പേഴ്സിലാണ് ഇത് വരാറുള്ളൂ. നല്ല ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ 9 ഇഞ്ച് അങ്ങനെയൊക്കെ. പക്ഷെ അത് നമുക്ക് അങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ട് 9 വരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് സാഗി ബ്രസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, അത് നമുക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ഒരു ഫോർമുലയുണ്ട്. നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 36 ആണ് ചെസ്റ്റെങ്കിൽ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 9 കിട്ടും. അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ഇഞ്ച് കിട്ടും. നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ അപ്പെക്സ് പോയിൻ്റ് അല്ലെങ്കിൽ ഷോൾഡർ ടു നിപ്പിൾ പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ. അതിൻ്റെ അടുത്തത് ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് പോയിൻ്റ് ആണ്, BP ടു BP. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ചെസ്റ്റ് ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3.6 എന്ന് കിട്ടും. ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻസസ് കട്ട് പോലെയുള്ള ഡ്രസ്സസ് ചെയ്യുമ്പോഴാണ്, കുർത്തീസ് ആണെങ്കിലും അതേപോലെ ബ്ലൗസസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുലാസ്. ഇനിയും ഒരുപാട് ഫോർമുലാസ് നമുക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫോർമുലാസാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ചാനലിലൊന്ന് കയറി നോക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ താങ്ക് യു.